നമസ്തേ, അഖിലയാണ് ജെറുസലേമിൽ നിന്നും. നിങ്ങൾ ഞെട്ടാൻ തയ്യാറാണോ? എന്നാൽ ഞാനൊരു കുംഭസാര രഹസ്യം പറഞ്ഞു തരട്ടെ. 2009 സ്ഥാപിതമായ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDP പറ്റിയാണ്. അതിൽ നിന്നും പുറത്തുപോയ ഒരാളുടെ കുംഭസാര രഹസ്യം പുറത്തു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയണ്ടേ? അത് കേൾക്കുക, കണ്ണു തുറന്ന് കാണുക. എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അനുഭവിക്കുക. എന്തായാലും ഞാൻ ആ കുംഭസാര രഹസ്യം പുറത്തുവിടാൻ പോവാണ്, കേട്ടോ. ഇസ്ലാം ഉപേക്ഷിച്ച് ഈയിടയ്ക്ക് പാർട്ടി വിട്ട ഒരു മുൻ SDPIക്കാരൻ നടത്തിയ കുംഭസാരമാണ് കേട്ടോ പറയാൻ പോകുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ SDPI? ഈ SDP എന്ന് പറയുന്നത് മത ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊണ്ട ജനാധിപത്യ പാർട്ടി എന്ന പേരിൽ 2009 സ്ഥാപിതമായ ഒരു പാർട്ടിയാണ്. പല സംസ്ഥാനങ്ങളിലും SDP എന്ന പേരിൽ തന്നെ ഇവര് മത്സരത്തിലൊക്കെ നിന്നിട്ടുണ്ട് കേട്ടോ. മത ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ അതിലേക്കാണ് കടക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ SDP? മുൻപുണ്ടായിരുന്ന തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനയായ NDF നിരോധിക്കപ്പെട്ടപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നിലവിൽ വന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ സംഘടനയാണ് SDPI. യഥാർത്ഥത്തിൽ ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയാണ്. ഇത് 99% ലീഗുകാർക്കും 90% SDPI പ്രവർത്തകർക്കും അറിയാത്ത ഒരു വസ്തുതയാണ്. തീവ്രവാദി ആരോപണം ലീഗിന്റെ മേൽ വരാതെ നോക്കുക, അവർക്ക് ബദലായി ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നതാണ് ഞങ്ങളുടെ പാർട്ടിയായ SDPIയുടെ പ്രധാന അജണ്ട. എവിടെ നിന്നാണ് നിങ്ങൾക്ക് പണം വരുന്നത്? ആദ്യകാലങ്ങളിൽ പാകിസ്ഥാനിൽ നിന്നാണ് പണം വന്നിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് കുറഞ്ഞു. ഇപ്പോൾ പ്രധാനമായും സൗദി, ഖത്തർ എന്നിവിടങ്ങളിൽ നിന്നും കഴിഞ്ഞ 2 കൊല്ലമായി തുർക്കിയിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ട്. നിങ്ങളിത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഇടക്കാലത്ത് ഇറാനിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അത് നിന്നും. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ. കണ്ണൂർ മുഴപ്പിലങ്ങാട് വെച്ച് ഇറാനിയൻ പാസ്പോർട്ടായി ഞങ്ങളുടെ പ്രവർത്തകർ പിടിയിലായപ്പോൾ ഒരുപാട് അന്വേഷണം വന്നതിന് ശേഷമാണ് അത് സംഭവിച്ചത്. ഓക്കെ. എന്തൊക്കെയാണ് ട്രെയിനിങ്? PT ക്ലാസ് എന്ന് വിളിക്കുന്ന ട്രെയിനിങ്ങിൽ വെറുതെ വ്യായാമം ചെയ്യിപ്പിച്ച് ശാരീരിക ക്ഷമത ഉണ്ടാക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇവരെ പ്രധാനമായും ഫ്രീഡം പരേഡിനും മറ്റ് അടിപിടികൾക്കുമാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. പിന്നീട് ഇതിൽ തന്നെ ആക്രമണ സ്വഭാവം കൂടുതലുള്ളവരെ തിരഞ്ഞുപിടിച്ച് അവർക്ക് കഠാര ഉപയോഗിച്ച് കുത്താനുള്ള പരിശീലനം, വടിവാൾ ഉപയോഗിക്കാനുള്ള പരിശീലനവും കൊടുക്കും. കഠാര ഉപയോഗിച്ച് പഠിക്കാൻ വാഴയിൽ കുത്തിയാണ് പരിശീലനം. ഇത് SDPIയിൽ നിന്ന് പുറത്തു വന്ന ഒരാളുടെ കുംഭസാര രഹസ്യമാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡിങ് ആണ്. ഇത് അറിയാത്ത ആൾക്കാരും കാണാത്ത ആൾക്കാർക്കും വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ. കഠാര ഉപയോഗിച്ച് പഠിക്കാൻ വാഴയിൽ കുത്തിയാണ് പരിശീലനം. വാളിനും ആദ്യം ഇതിലാണ് പരിശീലനമെങ്കിലും ചോരയോടുള്ള അറപ്പ് മാറാൻ തെരുവ നായ്ക്കളെ ഓടുന്ന ബൈക്കിൽ ചെന്ന് പിന്നിലിരിക്കുന്നവരെ കൊണ്ട് വെട്ടി പരിശീലിപ്പിച്ചാണ് 2010 വരെ ചെയ്തു പോന്നിരുന്നത്. ഈ 2010 വരെ ഈ NDFും ഈ നിലവിൽ നിർത്തലാക്കുന്നത് തൊട്ടു മുമ്പ് വരെ തെരുവ നായ്ക്കളെ വെട്ടി പരിശീലിച്ചാണ് NDF എന്ന് പറയുന്ന തീവ്രവാദി സംഘടന ഇവിടെ നിലനിന്ന് പോരുന്നത്. അതിന്റെ പോഷക സംഘടനയാണല്ലോ SDPI. ഓക്കെ. പിന്നീട് ഇതേ ചുറ്റിപ്പറ്റി പോലീസ് അന്വേഷണം കൂടിയപ്പോൾ അറവുമാടുകളെ കൊന്ന് പരിശീലനം കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ആരും സംശയിക്കില്ല എന്ന ഗുണവുമുണ്ട്. ഈ പരിശീലനം തകൃതിയായി എപ്പോഴും നടക്കുന്നു. കത്തി കുത്തുന്നതിന് മുൻപ് നനഞ്ഞ പൂഴിമണല് നിറച്ചൊരു പാത്രത്തിൽ ഒരു മാംസം പൂഴ്ത്തിവെക്കും. എന്നിട്ട് ആ തുരുമ്പ് കത്തി ഉപയോഗിച്ച് കുത്തുക എന്നിങ്ങനെയുള്ള കലാപരിപാടികൾ വേറെയും നടത്തപ്പെട്ടിരുന്നു. നിരവധി കേസുകളിൽ കഴിവ് തെളിയിച്ച വിശ്വാസ്യത പുലർത്തിയവരെ പിന്നീട് കൂടുതൽ പരിശീലനത്തിന് മംഗലാപുരത്തുള്ള ഫിറങ്കിപ്പേട്ട, ഹൈദരാബാദിലുള്ള രഹസ്യ സേഫ് ഹൌസ് എന്നിവിടങ്ങളിൽ അയക്കും. അവിടെ വെച്ചാണ് പിസ്റ്റൾ, ബോംബ് നിർമ്മാണം എന്നിവയിൽ പരിശീലനം കൊടുക്കുക. ആദ്യകാലങ്ങളിൽ കേരളത്തിൽ നടത്തിയ തീവ്രവാദി ക്യാമ്പുകൾ പിടിക്കപ്പെട്ടതിനു ശേഷം, അതായത് വാഗമൺ, കനകമല പോലെയുള്ളവ ഇവിടെ ഇപ്പോൾ പരിശീലനം കൊടുക്കാറില്ല കേട്ടോ. അതുപോലെയുള്ള ഒരു നാട്ടിലെ ഗവൺമെന്റ് വ്യവസ്ഥിതി അപ്രതീക്ഷിതമായി തകർന്നാൽ എങ്ങനെ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിങ്ങൾ ഭൂരിപക്ഷത്തിന്റെ മേൽ ഞൊടിയിടയിൽ അധീശത്വം സ്ഥാപിക്കുക എന്നതിനും പ്രത്യേക പരിശീലനവും അജണ്ടയും ക്ലാസുകളും ഉണ്ട്.
ഇതിനായി പ്രമുഖ സർക്കാർ ഉദ്യോഗസ്ഥർ, പോലീസ്, ഡോക്ടർമാർ, IAS, IPS ഉദ്യോഗസ്ഥർ എന്നീ ഉയർന്ന തസ്തികകളിലേക്ക് ഞങ്ങളുടെ സ്വന്തം സമുദായക്കാരെ കയറ്റി മേൽക്കോയ്മ ഉണ്ടാക്കൽ ഇപ്പോൾ ഞങ്ങളുടെ ആത്യന്തിക ലക്ഷ്യമാണ്. ഇവിടെയാണ് ആളുടെ പേര് ഞാനിവിടെ പറയുന്നില്ല, മന്ത്രിയായിട്ടുണ്ടായിരുന്ന ആ ആളെ നമ്മൾ പരാമർശിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ എല്ലാ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിലും ഞങ്ങളുടെ അനുഭാവികളെ നുഴഞ്ഞു കയറ്റിയ ശേഷം ഞങ്ങളോട് ആ പാർട്ടിയിലുള്ള എല്ലാ എതിർ ശബ്ദങ്ങളെയും കണിശമായി അടിച്ചൊതുക്കാനും രഹസ്യങ്ങൾ ചോർത്താനും ഞങ്ങൾക്ക് പ്രത്യേക അജണ്ടയുണ്ട്. എങ്ങനെയാണ് ഓരോ ആക്രമണ ദൌത്യവും നിങ്ങൾ നടത്താറ് എന്ന് ചോദിച്ചപ്പോഴുള്ള മറുപടിയും കൂടെ നമുക്ക് കേൾക്കാം. ഒരിക്കലും ഒരാളെ ശാരീരികമായി നല്ല രീതിയിൽ മുറിവേൽപ്പിക്കാനുള്ള ആക്രമണമാണെങ്കിൽ അതേ പ്രദേശത്തുള്ള SDPI പ്രവർത്തകരെ ഒരിക്കലും ഉപയോഗിച്ച് നടത്താറില്ല. ഇതിനായി പ്രത്യേകം തെരഞ്ഞെടുത്ത പല ജില്ലകളിൽ നിന്നുമുള്ള പരസ്പരം പേരും ഊരും അറിയാത്ത പ്രവർത്തകരോട് ഒരു സ്ഥലത്ത് ഒന്നിച്ച് ചേർന്ന് പ്ലാൻ ചെയ്ത് ദൌത്യം നടപ്പിലാക്കാനാണ് പറയാറ്. ഇതുമൂലം പോലീസ് പിടിച്ചാലും എത്ര ചോദ്യം ചെയ്താലും ബാക്കിയുള്ളവർ പിടിയിലാകാതെ ഇരിക്കാനാണ് ഈ തന്ത്രം ഉപയോഗിച്ചിരുന്നത്. വെട്ടുമ്പോൾ കൈകളുടെ ജോയിന്റ് ഉള്ള സ്ഥലത്തും കഴുത്തിന്റെ വശത്തും നടുവിന് കുറുകെ എന്നിവിടങ്ങളിൽ വെട്ടാൻ പ്രത്യേക നിർദ്ദേശമുണ്ട്. അതുപോലെ കുത്തുമ്പോൾ കക്ഷം, വാരിയെല്ലിന് താഴെ, ഇടനെഞ്ചിൽ, തുടയിടക്കുകളിൽ എന്നിവിടങ്ങളിൽ കുത്താനും നിർദ്ദേശമുണ്ട്. നേരിട്ട് നെഞ്ചിൽ കുത്തിയാൽ വാരിയെല്ലിൽ കഠാര കുടുങ്ങിപ്പോയാൽ ഊരാൻ ബുദ്ധിമുട്ടാണ് എന്നതാണ് വാരിയെല്ലിനു താഴെ കുത്താൻ നിർദ്ദേശിക്കാനുള്ള കാരണം. മനസ്സിലായല്ലോ? വാരിയെല്ല് ഇങ്ങനെ അടുക്കി അടുക്കി ഇരിക്കുമല്ലേ, ഇവിടെ അങ്ങോട്ട് കഠാര അങ്ങോട്ട് കുത്തി ഇറക്കി കഴിഞ്ഞുണ്ടല്ലോ തിരിച്ചു വീഴാൻ ഭയങ്കര പാടാ. അപ്പൊ ഇതാണ് അവരുടെ ട്രെയിനിങ്ങിന്റെ ഭാഗം. നാളെ എന്നെ ആരെങ്കിലും കുത്തുമായിരിക്കും കേട്ടോ, വിഷയൊന്നുമല്ല. ഓക്കെ, കുത്തുകൊണ്ട് വീണവൻ ചാണകം എന്നാണ് ദൗത്യലക്ഷ്യമെങ്കിൽ കുത്തുകൊണ്ട് വീണവൻ ചാകണമെന്നാണ് ദൗത്യലക്ഷ്യം. ഇവരുടെയൊക്കെ ലക്ഷ്യം നമ്മൾ ചാണകങ്ങളെ ആണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞത് കേട്ടോ. എന്തായാലും കയ്യിൽ നിന്ന് പോയി. അപ്പൊ പറയാ, കുത്തുകൊണ്ട് വീണവൻ ചാകണമെന്നാണ് ദൗത്യലക്ഷ്യമെങ്കിൽ കുത്തിയ മുറിവിൽ മണ്ണ് വാരി നിറച്ച് പെട്ടെന്ന് സെപ്റ്റിക് ഷോക്ക് അടിക്കാനുള്ള സാധ്യത ഉണ്ടാക്കി മരണം ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട്. മിക്കവാറും അന്യസംസ്ഥാന മോഷ്ടിക്കപ്പെട്ട വണ്ടികളോടോ വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ച വണ്ടികളോ ആണ് ദൌത്യത്തിനു വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കാറുള്ളത്. ദൌത്യത്തിനു മുൻപ് ദിവസങ്ങളോളം ഇരയെ നിരീക്ഷണം നടത്തി ഇരയുടെ ദിനചര്യകൾ പഠിക്കുക, പിന്തുടരുക എന്നിവയും ദൌത്യത്തിന്റെ വിജയസാധ്യത കൂട്ടുന്നു. ലവ് ജിഹാദ് നിങ്ങൾ നടത്താറുണ്ടോ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതെന്തായാലും ഉണ്ടെന്ന് നമുക്കറിയാലോ. അതിന് വ്യക്തമായ ഫണ്ട് ഞങ്ങൾക്കുണ്ട്. ഫണ്ടേ, പുറത്തുനിന്ന് വരുന്ന ഫണ്ട് ഉണ്ടല്ലോ ലവ് ജിഹാദിന്. ഹിന്ദുക്കളായിട്ടുള്ള പെൺകുട്ടികളെയാണ് ലവ് ജിഹാദിൽ പെടുത്തി ഇവന്മാര് വശംവദയാക്കിയിട്ട് നശിപ്പിച്ച് പ്രീണിപ്പിച്ച് കൊല്ലുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ലവ് ജിഹാദ് നിങ്ങൾ നടത്തുന്നുണ്ടോന്ന്? ഉണ്ട്. അതിന് വ്യക്തമായ ഫണ്ട് ഞങ്ങൾക്കും ഉണ്ട്. അതിനായി യുവാക്കൾക്കും ഞങ്ങളുടെ വനിതാ വിഭാഗം പെൺകുട്ടികൾക്കും ഞങ്ങൾ പരിശീലനം കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ സംഘടനയിൽപ്പെടാത്ത എന്നാൽ മുസ്ലിമായ ചെറുപ്പക്കാർ അമുസ്ലിം ഭൂരിപക്ഷ മേഖലയിലുള്ള ഒരു അമുസ്ലിം പെൺകുട്ടിയെ പ്രേമിച്ച് മതം മാറ്റാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അതുപോലെ മുസ്ലിം പെൺകുട്ടികൾ അമുസ്ലിം പെൺകുട്ടികളെ തഞ്ചത്തിൽ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയും അവരുടെ ഫോൺ നമ്പർ സംഘടിപ്പിച്ചു തരികയും ചെയ്ത് സഹായിച്ചു പോരുന്നതായിട്ടും ഞങ്ങളുടെ സംഘടനയിൽ നിലനിന്ന് പോകുന്ന ഒരു ആചാരമാണ് കേട്ടോ. ആചാരം എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ലവ് ജിഹാദ് തന്ത്രങ്ങൾ? തഖിയ ആണ, വിശുദ്ധ ചതി എന്ന് അറബിയിൽ അർത്ഥം. തഖിയ ആണ എന്നാണ് കേട്ടോ അതിന്റെ അർത്ഥം, വിശുദ്ധ ചതി. പ്രധാന തന്ത്രം, മിക്ക അമുസ്ലിം യുവതികളും ഇസ്ലാമിന്റെ യഥാർത്ഥ മുഖമറിഞ്ഞാൽ ഞങ്ങളുടെ 7 അയൽപ്പക്കത്ത് പോലും വരില്ല എന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് കടുത്ത മുസ്ലിം യാഥാസ്ഥിതിക നിലപാടുകൾ എടുക്കാതെ തികഞ്ഞ ലിബറൽ മതേതരവാദിയായ കൂൾ പയ്യൻ ഇമേജ് ഉണ്ടാക്കിയെടുക്കാനാണ് സംഘടനയുടെ നിർദ്ദേശം. കാരണം ഇസ്ലാമിന് വേണ്ടി അമുസ്ലിങ്ങളെ പോലെ ജീവിക്കുന്നത്, അഭിനയിക്കുന്നത് ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് ഉപകരിക്കും എങ്കിൽ അത് അനുവദനീയമാണ് എന്ന് ഖുറാനിലും ഹദീസുകളിലും പ്രമാണമായി പറഞ്ഞിട്ടുണ്ട്. അതാണ് തഖിയ. ഈ അഭിനയത്തിന്റെ ഭാഗമായി കാമുകിക്കൊപ്പം സിനിമയ്ക്ക് പോകാം, വെള്ളമടിക്കാം, പബ്ബിൽ പോകാം,
സെക്സിൽ ഏർപ്പെടാം, അവരുടെ അമ്പലത്തിലെ ഉത്സവത്തിനോ പള്ളിയിലെ പെരുന്നാളിനോ ഒക്കെ ഇഷ്ടം പോലെ പങ്കെടുക്കാം. ഇതെല്ലാം അനുവദനീയമാണ്. കാരണം ഇവരെ പാട്ടിലാക്കുക എന്നതാണല്ലോ പ്രധാന അജണ്ട. ഓക്കെ, ഇതെല്ലാം മൊത്തത്തിൽ ഇസ്ലാമിനും ഞങ്ങൾക്കും ഒരു അമുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ ക്ലീൻ ഇമേജ് ഉണ്ടാക്കാൻ സഹായിക്കുന്നു. എന്നാൽ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ ഇത് ഞങ്ങൾ ഒരിക്കലും ചെയ്തില്ലോ. കാരണം അത് ഞമ്മന്റെ ആൾക്കാരല്ലേ, ഞമ്മന്റെ ആൾക്കാരെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട്. പ്രണയത്തിൽ പെൺകുട്ടികൾ വീണു കഴിഞ്ഞാൽ ഉടനെ മതപരിവർത്തനം ഒന്നും ചെയ്യാറില്ല. പതുക്കെ ആരും അറിയാതെ രജിസ്റ്റർ മാരേജ് ചെയ്തതിനു ശേഷമാണ് മതപഠനങ്ങളിലേക്ക് നീങ്ങാറ്. അപ്പോൾ കാര്യങ്ങൾ സേഫായി കഴിഞ്ഞിരിക്കും. മറ്റൊരു പ്രധാന തന്ത്രം സ്കോച്ച്ലോം സിൻഡ്രം എന്ന് മാനസികാവസ്ഥയെ ചൂഷണം ചെയ്യുക എന്നതാണ്. അതായത് ഒരു പെൺകുട്ടിയുടെ അടുക്കൽ മോശമായി പെരുമാറിയതിനു ശേഷം പിന്നീട് നന്നായി പെരുമാറുമ്പോൾ അവൾക്ക് ക്രമേണ ഞങ്ങളിൽ താല്പര്യം ജനിക്കുന്നു. ഈ മോശമായ പെരുമാറ്റത്തിന് പ്രത്യേകിച്ച് നിയമാവലി ഒന്നുമില്ല. ഇത് ബൈക്കിൽ സ്ഥിരമായി നടന്നുകൊണ്ടുള്ള ശല്യം ചെയ്യലാകാം, ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തലാകാം, അല്ലെങ്കിൽ ബലമായി പിടിച്ച് ചുംബിക്കുകയാകാം. ഓക്കെ, അതിനുശേഷം നന്നായി പെരുമാറുമ്പോൾ തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞങ്ങൾ നന്നായതെന്നൊരു തോന്നൽ പെൺകുട്ടിയുടെ ഉപബോധ മനസ്സിൽ അങ്ങോട്ട് ജനിക്കുന്നു. ഈ തോന്നൽ ഉണ്ടാകുന്നത് മുതൽ ഒരു മനസ്താപം വന്ന സംരക്ഷകന്റെ ഇമേജ് അവരുടെ മനസ്സിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നു. അപ്പൊ പെൺകുട്ടികൾക്ക് എന്ത് ചെയ്യും? പാവം കെയറിങ് ഏട്ടൻ, നമുക്ക് സ്നേഹം അങ്ങോട്ട് ഉണ്ടാവൂലോ. റേപ്പ് ചെയ്ത് അതിന്റെ വീഡിയോ എടുത്ത് ബ്ലാക്ക്മെയിൽ ചെയ്ത് മതം മാറ്റുക എന്നതാണ് ഇതേ സ്കോച്ച്ലോം സിൻഡ്രത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മറ്റൊരു തന്ത്രം. പക്ഷേ അത് തീവ്രമായ അറ്റകൈ പ്രയോഗമാണ് എന്ന് മാത്രം. പക്ഷെ ഈ തന്ത്രം പണ്ടുകാലം മുതൽക്കേ ഉപയോഗിച്ചു പോരുന്നതാണ്. സ്വന്തം മാനമാണ് എന്തിനേക്കാളും വലുതെന്ന് കരുതുന്ന പെൺകുട്ടികളാണ് സാധാരണ ഈ അടവിന് വഴങ്ങാറ്. അപൂർവം ചിലർ എതിർക്കുമ്പോഴാണ് ഇത്തരം കേസുകൾ പുറത്തു വരാറുള്ളതെന്നും ലവ് ജിഹാദിന്റെ പേരിൽ വാർത്തയാകുന്നു. നമ്മൾ ഭയപ്പെടേണ്ട അവസ്ഥയിലെത്തി എന്ന് തിരിച്ചറിയുന്ന ഒരു കുമ്പസാര രഹസ്യമാണ് ഞാനിപ്പോൾ പുറത്തുവിട്ടത്. ഇസ്ലാം മതം ഉപേക്ഷിച്ച് SDPA നിന്നും പുറത്തു വന്ന ഒരു സുഹൃത്തിന്റെ ആ മനുഷ്യന് നാട്ടിലുള്ള നല്ല ആൾക്കാരോട് പറയാനുള്ള കുമ്പസാര രഹസ്യം. ഇത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത് ഞാൻ പുറത്തു വിട്ടതിന്റെ പേരിൽ ഒരുപക്ഷെ നാളെ ഞാൻ കൊല്ലപ്പെട്ടേക്കാം. ഇനി ഞാൻ പ്രധാനമായിട്ടൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. കൊല്ലം കരുനാഗപ്പള്ളിയാണ് എന്റെ സ്വദേശം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇസ്രയേലിലെ ജെറുസലേം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒരുപക്ഷെ ഞാൻ നാട്ടിൽ വരുമ്പോ എന്നെ ആരെങ്കിലും കൊലപ്പെടുത്തിയേക്കാം. ഒരുപക്ഷെ ഒരു ഹിറ്റ് ആൻഡ് റൺ കേസായിട്ട് രജിസ്റ്റർ ചെയ്തേക്കാവുന്ന ഒരു ആക്സിഡന്റ് ആയിരിക്കാം അത്. ഇത് ഞാൻ പുറത്തുവിട്ടതിന്റെ പേരിൽ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇവരുടെ ഈ ഒരു കാര്യങ്ങൾ ഇവര് നമ്മുടെ നാട്ടിൽ നടത്തി പോന്നിരുന്ന പല കാര്യങ്ങളും തുറന്നു പറഞ്ഞതിന്റെ പേരിൽ നിരവധി വധഭീഷണികളൊക്കെ എനിക്ക് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് വഴി വരാറുണ്ട്. നമ്മൾ വെറുതെ അത് തള്ളിക്കളയൊന്നുമില്ല. കൊടുക്കേണ്ടടുത്ത് കൃത്യമായ കേസും കാര്യങ്ങളൊക്കെ ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ഒരു ഹിറ്റ് ആൻഡ് നാളെ ഞാൻ ഒരു ആക്സിഡന്റിൽ മരണപ്പെടുക, അല്ലെങ്കിൽ എന്റെ ഒരു മരണം നാളെ സ്ഥിരീകരിക്കുകയാണ് കേരളത്തിലെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ മേൽ ഇഞ്ച് ബൈ ഇഞ്ച് ആയിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇത് കണ്ടിരിക്കുന്ന സഹോദരങ്ങൾ ആവശ്യപ്പെടുക. തീർച്ചയായിട്ടും ഞാൻ എന്തായാലും അത് ഞാൻ പ്രതീക്ഷിച്ചു തന്നെയാണ്. എനിക്ക് പേടിയില്ല മരിക്കാനൊന്നും. പക്ഷെ ഇതിന് പിന്നിൽ ആരാണെന്നുള്ളത് നിങ്ങൾ പുറത്തു കൊണ്ടുവരണം. കാരണം ഇതുപോലെയുള്ള സത്യങ്ങൾ ഞാൻ വിളിച്ചു പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ കൊല്ലപ്പെട്ടേക്കാം. എനിക്ക് പേടിയില്ല മരിക്കാൻ, അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ വിളിച്ചു പറയുന്നത്. അതൊക്കെ പോട്ടെ, നമ്മുടെ മരണം അതൊന്നുമല്ല ഒരു കാര്യം. പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദു സഹോദരിമാരോടാണ്. ലവ് ജിഹാദിന്റെ പേരിൽ നിങ്ങൾ ദയവായിട്ട് നിങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു പറ്റം ആളുകൾ നിങ്ങളുടെ ചുറ്റും കൂടിയിട്ടുണ്ട്. വില കൂടിയ മൊബൈൽ ഫോൺ, വില കൂടിയ വസ്ത്രങ്ങൾ, ഭക്ഷണങ്ങൾ കഫറ്റീരിയയിലൊക്കെ കൊണ്ടുപോവുക. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ നിങ്ങൾ ആവശ്യപ്പെടാണ്ട് നിങ്ങൾക്ക് തരിക. ഇതൊക്കെ നിങ്ങളുടെ ബലഹീനതയെ ചൂഷണം ചെയ്യുക. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മോശമാണെങ്കിൽ, നിങ്ങൾക്കൊരു കുറച്ച് ദാരിദ്ര്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതിന് കൈയഴിഞ്ഞ് സഹായിക്കുക. ഇതൊക്കെ ഈ ലവ് ജിഹാദിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇതിലൊക്കെ അകപ്പെട്ടു പോകുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ട സഹോദരികളെ, പ്രിയപ്പെട്ട അനുജത്തിമാരെ ദയവായിട്ട് നിങ്ങൾ കണ്ണു തുറന്ന് കാണുക. ഇതൊക്കെ നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരിലല്ല. നിങ്ങളോട് ആരെങ്കിലും, നിങ്ങളൊരു മുസ്ലിം യുവാവിനെ പ്രണയിക്കാതിരിക്കുക, ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമാണ്, അത് ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ആ പ്രണയത്തിന്റെ പേരിൽ നിങ്ങളെ ആരെങ്കിലും നിർബന്ധിച്ച് മതം മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ നിന്നും ഇറങ്ങി വരാനുള്ള ഒരു ആർജവം ദയവായി നിങ്ങൾ കാണിക്കുക.
ആ ഒരു ചങ്കൂറ്റം നിങ്ങൾ കാണിക്കുക. നിനക്കെന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന എന്റെ മതത്തിനെ നീ അംഗീകരിക്കാൻ തയ്യാറാവുക എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം നിങ്ങൾ കാണിക്കുക. ദയവ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള കേസുകൾ, ഇങ്ങനെ നിങ്ങൾ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻസ് ഒന്നും നിങ്ങൾ സഹിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട്, അത് ആരും നമുക്ക് തരേണ്ട കാര്യമൊന്നുമില്ല. ദയവ് ചെയ്തിട്ട് ഈ പറയുന്ന ലവ് ജിഹാദിൽ നിങ്ങൾ പോയി പെടാതിരിക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. വന്ദേ മാതരം. ഭാരത് മാതാ കി ജയ്.